നാട്ടിലെത്ര ഖബറുകളാണ് നിങ്ങൾ അടക്കിയത്? ആ ഖബറടക്കത്തിന് കൂടിയതിൽ നിന്ന് എത്രയാള് പിന്നെ ഖബറുകൾ വന്നിട്ടുണ്ട്? ചെറിയൊരു ശതമാനമല്ലേ പിന്നെ പോകുന്നുള്ളൂ. മക്കള് പോയെങ്കിലായി, വാപ്പ പോയെങ്കിലായി, അടുത്ത കൂട്ടുകാര് പോയെങ്കിലായി. നമ്മളെ ഖബറടക്കാൻ 1000 ആളുണ്ടായി. പിന്നെ ഖബറുകളിലേക്ക് ഒരിക്കലെങ്കിലും വരുന്ന 100 പേരെങ്കിലും ഉണ്ടാകുമോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ വഹ്ശത്തിലല്ലേ, വന്യതയിലല്ലേ? അവിടെ കിടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ രാജാവിനെ കാണാൻ തുടങ്ങിയാൽ അത് വഹ്ശത്തല്ല, അതൊരു പ്രണയത്തിന്റെ ലോകമാണ്. അവിടെ എത്ര കാലം കിടന്നാലും മടുപ്പില്ല. അതാണ് നൗമത്തിൽ അറൂസ്. മണവാളൻ കിടക്കുമ്പോൾ കിടന്നോ എന്ന് പറഞ്ഞാൽ മണവാളൻ സമയം പോണതറിയില്ല, പുതിയാപ്പള നേരം പോണതറിയില്ല. പുതിയ പെണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോണതറിയില്ല. അതുപോലെ ഖബറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബർ 1000 കൊല്ലം കിടന്നാലും 2000 കൊല്ലം കിടന്നാലും അതിൽ മടുപ്പില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖബറിൽ കിടക്കുന്നു, മടുപ്പില്ല. കാരണം പുണ്യഭൂമേനിയെ കണ്ടു തൊട്ട് ചേർന്ന് കിടക്കുകയാണ്. അവർക്ക് വഹ്ശത്തിന്റെ ഖബറല്ല, അത് ലദ്ദത്തിന്റെ ഖബറാണ്, അത് രസത്തിന്റെ ഖബറാണ്. അതുപോലെ നമ്മളെയും നാളെ ജനങ്ങൾ ഖബറിൽ കൊണ്ടുവച്ചിട്ട് പോരുമ്പോൾ ആ കൂരിരുട്ടുള്ള ഖബറിന്റെ ഉള്ളിലേക്ക് ഇദാ തഖൂലു ഹാദൽ ബദറുൽ മുനീർ, ബദറുൽ മുനീറായ പുണ്യനബി തങ്ങൾ വരണം. പിന്നെ ഇരുട്ടില്ല. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. തങ്ങൾ വരുന്ന ഖബറിൽ പിന്നെ വെളിച്ചം വേറെ ആവശ്യമില്ലല്ലോ. അങ്ങനെ വെളിച്ചമുള്ള ഖബറായി മാറും, പിന്നെ രസമുള്ള കാഴ്ചയായി മാറും. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു ഖബർ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് നിറഞ്ഞ് കണ്ണ് നിറച്ച് കണ്ടിങ്ങനെ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ശബ്ദവും ആരോഗ്യവും അറിവും ആഫിയത്തും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വിഭാഗത്തിന്റെയും പേരിൽ ആളുകൾ അപരവൽക്കരിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും അന്യവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ഒരു നാട്ടിലെ എല്ലാ മനുഷ്യരും അവരുടെ വൈവിധ്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ഒത്തൊരുമയോടുകൂടി പോകുന്നു എന്നത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും അത് അന്യമാകുമ്പോൾ ഇതാ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ആ ഒരു ഒരുമയും സന്തോഷവും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ വലിയ ഒരു സന്ദേശമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ ലോകത്തെ ഏറ്റവും മേന്മയുള്ള സൃഷ്ടി മനുഷ്യനാണ്. ലോകത്തുള്ള വലിയ വലിയ മൃഗങ്ങളെയും സംവിധാനങ്ങളെയും എല്ലാം അടക്കി നിയന്ത്രിക്കുന്നത് ചെറിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്
ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ നാം ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. മനുഷ്യകുലത്തിന്റെ മുഴുവനും പിതാവ് ഒന്നാണ്, മാതാവ് ഒന്നാണ്. വജഅൽനാകും ശുഊബൻ വഖബായില. നിങ്ങളെ ഗോത്രങ്ങളും കുടുംബങ്ങളുമാക്കി വേർതിരിച്ചത് ആ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും പേരിൽ പരസ്പരം തർക്കിക്കാൻ വേണ്ടിയല്ല, ലിതആറഫു, നിങ്ങൾക്ക് പരസ്പരം അഡ്രസ് പറയാൻ വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്ത് ഈ പുരോഗമിച്ച കാലത്തും ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ വംശവെറിയന്മാർ നിലകൊള്ളുന്ന ഒരു കാലമാണ്. യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ നമ്മൾ പുരോഗമനത്തിന്റെ പേരിൽ എടുത്തു പറയും. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ടായിട്ടുള്ളത്, അഥവാ ബ്ലാക്ക് ലിറ്ററേച്ചറും വൈറ്റ് ലിറ്ററേച്ചറും ഉണ്ടായിട്ടുള്ളത് യൂറോപ്യന്മാരിൽ നിന്നാണ്. കറുത്തവന്റെ സാഹിത്യവും വെളുത്തവന്റെ സാഹിത്യവും, ഹൈ ക്ലാസിന്റെ സാഹിത്യവും ലോ ക്ലാസിന്റെ സാഹിത്യവും, ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാൻ പറ്റും, കീഴാളന്മാരുടെ സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ, ലോ ക്ലാസിനെ കുറിച്ച് എഴുതപ്പെട്ട രചനകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കളർ പ്രജുഡീസ്, വർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അഭിമാനവും അപമാനവും യൂറോപ്യൻ സാഹിത്യങ്ങളിൽ ഉള്ളതുപോലെ വേറെ ഒരു സാഹിത്യത്തിലും ഉണ്ടാവില്ല. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്, ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ ഗോത്രങ്ങളും കുടുംബങ്ങളുമാക്കി മാറ്റിയത് ലിതആറഫു, പരസ്പരം നിങ്ങൾക്ക് അറിയാനുള്ള വിലാസങ്ങൾ വെക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമയോടെ ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ് എന്ന വിചാരത്തിൽ നിങ്ങൾ ജീവിക്കണം. പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ വിശ്വാസകാര്യങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. പല മതങ്ങളിലും പല ജാതികളിലും ദൈവവിശ്വാസത്തിൽ തന്നെ അധകൃതരുടെ ദൈവവും ഉയർന്നവരുടെ ദൈവവും ഉണ്ട്. അധകൃതരുടെ ആരാധനകളും ഉയർന്നവരുടെ ആരാധനകളും ഉണ്ട്. ഇസ്ലാം അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരെ ആദ്യം വിളിച്ചത് എങ്ങോട്ടാണ്? മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അടിമകളെ നിങ്ങൾ ആരാധിക്കരുത്, ഏകനായ ഒരു ഉടമയുണ്ട്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അയാൾ ചൊല്ലേണ്ട വാചകം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകശക്തിയായ പടച്ചവനല്ലാതെ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ആരും ഇല്ല. ഇതിൽ വർഗത്തിന്റെ വ്യത്യാസമില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു അറബിയുടെ പേരല്ല, ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമാണിയുടെ പേരല്ല.
അല്ലാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ്, ദ ഓൾമൈറ്റി. ആകാശത്തെ ആരാണോ പടച്ചത് അവൻ, ഭൂമിയെ ആരാണോ സൃഷ്ടിച്ചത് അവൻ, നമുക്ക് വെള്ളം തരുന്നവൻ ആരാണോ അവൻ, നമുക്ക് വായു തരുന്നവൻ ആരാണോ അവൻ, നമ്മളെ എല്ലാവരെയും ഈ ലോകത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, സൂപ്പർ പവർ, സുപ്രീം അതോറിറ്റി. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതിൽ യാതൊരു വൈജാത്യവും ഇല്ല. ഓരോ മനുഷ്യനും അന്വേഷിക്കണം, ആലോചിക്കണം, ആരാണ് എന്നെ സൃഷ്ടിച്ചത്? ഞാൻ ജനിച്ച ദിവസം ഞാൻ തെരഞ്ഞെടുത്തിട്ട് ജനിച്ചതല്ല. എന്റെ ശരീരത്തിന്റെ വണ്ണവും വർണ്ണവും വലിപ്പവും ഒന്നും ഞാൻ തെരഞ്ഞെടുത്തതല്ല. എന്നോട് എന്നെ ഡിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെയല്ല ഡിസൈൻ ചെയ്യാ. അപ്പോൾ നമ്മുടെ ആരുടെയും നമ്മുടേതെന്ന് പറയുന്നതൊന്നും നമ്മുടേതല്ല. എന്റെ കൈ എന്ന് ഞാൻ പറയുമ്പോഴും എന്റെ കയ്യിൽ അധികാരം എത്രമാത്രം എനിക്കുണ്ട്. ഇതിലെ നഖം വളർന്നുകൊണ്ടിരിക്കുന്നു, പേശികൾ അതാ പ്രായമായി കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇതിന് വേദന വരുന്നു, ചിലപ്പോൾ ഈ കൈ കുഴഞ്ഞു പോകുന്നു, ചിലപ്പോൾ ആരോഗ്യത്തോടെ ആവുന്നു. ഇതൊന്നും ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല. എന്റേത് എന്ന് പറയുന്ന പലതും അല്ല, ഒന്നും എന്റേതല്ല. എന്റെ പിതാവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ മാതാവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ ജന്മദിനം ഞാൻ തിരഞ്ഞെടുത്തതല്ല. ഞാൻ ഇന്ത്യയിലെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചതല്ല. ഇതെല്ലാം നമുക്ക് ലഭിച്ചതാണ്. ഗിവൺ ബൈ ഹൂം? ആരാണിത് നൽകിയത്? ആ നൽകിയവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്റെ വാപ്പയെ, എന്റെ ഉമ്മയെ, എന്റെ ജന്മനാടിനെ, എന്റെ ജന്മദിവസത്തെ, എന്റെ ജന്മസമയത്തെ, എന്റെ വർഗത്തെ, എന്റെ ലിംഗത്തെ, എന്റെ വർണ്ണത്തെ, ഇതെല്ലാം തെരഞ്ഞെടുത്തു തന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് അൽ ഇലാഹ്, അല്ലാഹ്, ദ ഓൾമൈറ്റി. ഈ വിശ്വാസത്തിൽ ആർക്കും കടന്നു വരാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ആളുകൾ എതിർത്തത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള ആളുകൾ കറുത്തവരെ മനുഷ്യരായി കണ്ടിരുന്നില്ല. ആഫ്രിക്കക്കാർക്ക് അവകാശങ്ങൾ നൽകിയിരുന്നില്ല. ആഫ്രിക്കയിൽ നിന്ന് ആളുകളെ നമ്മുടെ നാട്ടിൽ കാലികളെ കച്ചവടം ചെയ്യും പോലെ മക്കയിലെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുമായിരുന്നു. മനുഷ്യന്മാരായ ആഫ്രിക്കക്കാർ അവർ നമ്മുടെ നാട്ടിൽ എന്റെ കയ്യിൽ 4 ആടുണ്ട്, 4 പോത്തുണ്ട്, 4 ആനയുണ്ട്, അതെന്റെ അസറ്റായതുപോലെ കമ്പോളത്തിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ടുവരുന്ന മനുഷ്യർ അവരുടെ അസറ്റുകളായിരുന്നു. അവർക്ക് അടിമവേല ചെയ്യാനുള്ളവരായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാലിച്ചന്തയുള്ളതുപോലെ മക്കയിലെ ഉക്കാദ് മാർക്കറ്റിൽ അടിമച്ചന്തയുണ്ടായിരുന്നു. ആളുകൾ രാവിലെ പോകും, ആരോഗ്യമുള്ള മനുഷ്യനെ വാങ്ങിക്കൊണ്ടുവരും, ആരോഗ്യമുള്ള മനുഷ്യനെ വിൽക്കും. സ്ത്രീയെയും പുരുഷനെയും പ്രായമുള്ളവരെയും കുട്ടികളെയും വ്യത്യസ്ത വിലകൾ കെട്ടിയിട്ട് അടിമകളാക്കി വിൽക്കും. ഈ ഒരു സ്ഥലത്ത് വന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുകും മിൻ ആദം, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ മനുഷ്യർക്കിടയിൽ മതിലുകൾ തീർക്കരുത്. അടിമക്കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന മനുഷ്യനും വാങ്ങിക്കൊണ്ടുവരുന്ന മനുഷ്യനും ഈ ഉടമസ്ഥന്റെ അടിമകളാണ്. മനുഷ്യരെന്ന നിലയിൽ തുല്യരാണ്. ഇങ്ങനെയുള്ള വർഗ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അത് അക്കാലത്തെ വലിയ മുതലാളിമാർക്ക് സഹിച്ചില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് പൊന്നുകൾക്ക് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന മനുഷ്യരെ മനുഷ്യരായതിന്റെ പേരിൽ മോചിപ്പിക്കണം, അവരൊന്നും നിങ്ങളുടെ അസറ്റുകളല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകരെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടുത്തെ വലിയൊരു മുതലാളിയായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ്. അയാളുടെ കീഴിൽ ഒരു മനുഷ്യനായ അടിമയുണ്ടായിരുന്നു. ആ അടിമയുടെ പേരാണ് ബിലാൽ.
കറുത്ത വർഗക്കാരനായ എത്യോപ്യക്കാരനായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ എത്രയോ കാലമായി ഉമയ്യത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ വിമോചനത്തിന്റെ മുദ്രാവാക്യവുമായി വന്ന പ്രവാചകനെ അംഗീകരിച്ചതിന്റെ പേരിൽ മുതലാളി അദ്ദേഹത്തെ അടിച്ചടിച്ച് അവശനാക്കി. അങ്ങനെ കമ്പോളത്തിലിട്ട് കെട്ടി വലിക്കുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാൻ മനുഷ്യനാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ ഉണ്ടല്ലോ, ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ടല്ലോ എന്നതിന്റെ പേരിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച പ്രഖ്യാപനം നടത്തി. ആ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിരിമാറിൽ വലിയ പാറ കയറ്റി വെക്കുകയും കല്ല് വെച്ച് കെട്ടി വലിക്കുകയും ചെയ്തപ്പോൾ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിന് മേലെ കത്തി തീതുപ്പിക്കൊണ്ടിരിക്കുന്ന സൂര്യനു താഴെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വലിച്ചിഴക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നൊരു മുദ്രാവാക്യം വരുന്നുണ്ട്. ഇന്നിന്നെ ഇവിടെ വലിച്ചിഴച്ചാലും ഈ ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു പരാശക്തിയുണ്ട്, അഹദ് എന്ന് പറയുന്ന ഏകനായ പടച്ചവനുണ്ട് എന്ന വിചാരം ബിലാലിന്റെ ഉള്ളിൽ നിന്ന് വിമോചനത്തിന്റെ മുദ്രാവാക്യമായി ഉയർന്നു വന്നപ്പോൾ പ്രവാചകരുടെ പാഠശാലയിൽ നിന്ന് അറിവും ആത്മീയതയും അനുഭവങ്ങളും വേണ്ടുവോളം നുകർന്നെടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുവഴി കടന്നു പോവാണ്. ഈ രംഗം കണ്ടപ്പോൾ ബിലാലിന്റെ മുതലാളിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ കെട്ടിവലിക്കുന്ന അടിമയെ എനിക്ക് നിങ്ങൾ വിൽക്കുമോ? അദ്ദേഹം ചോദിച്ചു, ഇത്രമേൽ പീഡിപ്പിക്കപ്പെട്ട ഈ മനുഷ്യന് നിങ്ങൾക്ക് എന്തിനാണ്? ഇത്രമേൽ ആക്രമിക്കപ്പെട്ട ഒരടിമയെ നിങ്ങൾക്ക് എന്തിനാണ്? അപ്പോൾ വില പറഞ്ഞ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ കറുത്ത വർഗക്കാരനായ ബിലാൽ എന്ന എത്യോപ്യക്കാരനെ വാങ്ങി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മക്കയിലെ ഏറ്റവും സുന്ദരനായ ഏറ്റവും ഉയർന്ന കുടുംബത്തിലെ അംഗമായി ജനിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടടുത്തിരുത്തിയിട്ട് സ്വന്തം കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവകാശം നൽകിയപ്പോൾ ബിലാൽ ഞെട്ടിത്തെരിച്ചു പോയി. ഇതെന്തൊരു പ്രത്യയശാസ്ത്രമാണ്! അതാണ് ഇസ്ലാം പ്രഖ്യാപിച്ച വിശ്വാസം. അടിമക്കമ്പോളത്തിൽ നിന്ന് വന്ന മനുഷ്യൻ ലോകത്തെ ഏറ്റവും സുന്ദരനായ പ്രവാചകരുടെ തളികയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറിച്ചെടുത്ത റൊട്ടിയുടെ ബാക്കി ബിലാൽ എടുക്കുന്നു. ബിലാൽ കടിച്ചതിന്റെ ബാക്കി പ്രവാചകർ എടുക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി ബിലാൽ ഇബ്നു റബാഹ്. ഈ ഒരു സന്ദേശം കണ്ടപ്പോഴാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു പരാശക്തിയുണ്ട്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതിൽ യാതൊരു വർഗവിദ്വേഷവും ഇല്ല, ഒരു ദേശവ്യത്യാസവും ഇല്ല, ഒരു ഭാഷാ വ്യത്യാസവും ഇല്ല, ലിംഗവ്യത്യാസമില്ല. എല്ലാ മനുഷ്യരുടെയും വിശ്വാസം ഒരുപോലെ. എന്നു മാത്രമല്ല, ഈ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ ദൃഢതയുള്ള ആൾ ആരാണെങ്കിലും അയാളാണ് ഉന്നതൻ. അത് കറുത്തവനാണെങ്കിലും ശരി, അത് അടിമയാണെങ്കിലും ശരി, ഉടമയാണെങ്കിലും ശരി, ഈ വിശ്വാസത്തിൽ ഏറ്റവും ഉറച്ച വിശ്വാസമുള്ള ആരാണോ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഉന്നതരാരാണ്, തഖ്വയുള്ളവരാണെന്ന് പറഞ്ഞാൽ പടച്ചവനെ തിരിച്ചറിഞ്ഞവർ. ഇതുകൊണ്ടാണ് ഇസ്ലാം 23 കൊല്ലം കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. 23 കൊല്ലം കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നത്.
മഹാനായ അദീ ഇബ്നു ഹാത്തം റളിയല്ലാഹു അൻഹു ആരാണ്? അറബ് ലോകത്തെ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു ഹാത്തം ത്വയ്യ് ഗോത്രക്കാരനായ ഹാത്തം. ഔദാര്യത്തിന്റെ ഉദാഹരണമായിരുന്നു. സാധാരണ ഒരാൾ ഒരു നാട്ടിൽ നല്ല സംഭാവന കൊടുക്കുന്ന ആളാണെങ്കിൽ അയാളെ കുറിച്ച് പറയും അയാൾ ഇവിടുത്തെ ഹാത്തമുത്തായി എന്ന് പറഞ്ഞാൽ അത്രമേൽ ഔദാര്യം ചെയ്യുന്ന ആളായിരുന്നു ഹാത്തം ത്വയ്യ് ഗോത്രത്തിന്റെ നേതാവായിരുന്ന ഹാത്തം. അവരുടെ പ്രദേശത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ ചെന്നു. ആ നാട്ടിലെ ഒരുപാട് ആളുകൾ പ്രവാചകരുടെ അനുയായികളായി മാറി. അദീ എന്ന് പറയുന്ന ഈ സഹോദരൻ, ഹാത്തമിന്റെ മകൻ, എന്റെ സമ്പത്ത് മുഴുവനും ഈ പ്രസ്ഥാനത്തിന് കൊടുക്കേണ്ടി വരുമോ എന്ന് കരുതി ഡമാസ്കസിലേക്ക് ഒളിച്ചുപോയി. അദ്ദേഹത്തിന്റെ സഹോദരി മുസ്ലിംകളുടെ കൂടെ മദീനയിലേക്ക് വന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അവര് മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത സഹോദരി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ഇവിടെ നിന്നും എനിക്ക് എന്റെ സഹോദരന്റെ അടുക്കലേക്ക് ഡമാസ്കസിലേക്ക് ഷാമിലേക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു തരണം. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി മോളെ, നല്ലൊരു യാത്രാ സംഘം റെഡി ആവട്ടെ, കൂട്ടത്തിൽ നിന്നെ അയച്ചു തരാം. ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യമൊന്നും ഇല്ലല്ലോ. അന്ന് കച്ചവട സംഘങ്ങൾ പോകും ഓരോ നാട്ടിലേക്ക്. അതിലേറ്റവും സേഫായ ഒരു ടീമിന്റെ കൂടെ നിന്നെ വിട്ടുതരാം. 2-3 ദിവസം ആവർത്തിച്ചവർ തിരുനബിയുടെ മുമ്പിൽ വന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഒരു കച്ചവട സംഘത്തെ കണ്ടുപിടിച്ചു. അവരോട് പറഞ്ഞു, ഈ സ്ത്രീയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒരു പരിക്കുമില്ലാതെ അവരുടെ സഹോദരന്റെ അടുക്കലേക്ക് ഷാമിൽ എത്തിച്ചു കൊടുക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമതല ഏൽപ്പിച്ചു. അദീന്റെ സഹോദരി ഷാമിലേക്ക് വന്നു. എന്നിട്ട് സഹോദരനോട് പറഞ്ഞു, അല്ലയോ സഹോദരാ, നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഇസ്ലാം. ഇസ്ലാം മനോഹരമായ ഒരു ദർശനമാണ്. ഞാൻ അവരുടെ കൂടെയല്ലേ ഇത്രയും ദിവസം ജീവിച്ചത്. അവരൊരാളും എന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. അവർക്ക് ഏറ്റവും പ്രധാനം അല്ലാഹുവിനുള്ള വിശ്വാസമാണ്, പടച്ചവനെ കുറിച്ചുള്ള വിചാരമാണ്. അതുകൊണ്ട് എന്റെ സഹോദരനായ അദീനോട് പറയാനുള്ളത്, നിങ്ങൾ നേരെ മദീനയിലേക്ക് ചെല്ലണം, പ്രവാചകരുടെ മുമ്പിലേക്ക് ചെല്ലണം. പ്രവാചകരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ആ പ്രവാചകനെ നിങ്ങളൊന്ന് പഠിക്കണം. ഇവിടെയാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇസ്ലാം ഒന്നാമതായി പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന പടച്ചവനെ മാത്രം ആരാധിക്കണമെന്ന്. രണ്ടാമതായി പറയുന്നത് എന്താണ്? ഈ ലോകത്തേക്ക് ഏറ്റവും ഉന്നതമായ സന്ദേശം കൊടുത്തയക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന്റെ ദൂതനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ AD 571 ഏപ്രിൽ മാസം മക്കയിലെ ഏറ്റവും അറിയപ്പെട്ട തറവാടാകുന്ന ഖുറൈശ് കുടുംബത്തിൽ സുന്ദരനായ അബ്ദുല്ലാഹിയുടെയും സുന്ദരിയായ പത്നി ആമിനായുടെയും മകനായി ജനിച്ച ലോക സൗന്ദര്യത്തിന്റെ ഉദാഹരണമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഒന്ന് പഠിച്ചു നോക്കിയാൽ ലോകത്ത് ആ തിരുനബിയോളം വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിയും ലോകത്ത് കാണാൻ പറ്റൂല. ഒരു വ്യക്തിയുമില്ല. അത് നമ്മുടെ ആർഗ്യുമെന്റ് അല്ല, ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ അവകാശവാദമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താണ്?
പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് ലോകത്ത് 150ഓളം കോടി ജനങ്ങൾ പ്രവാചകനായി അംഗീകരിക്കുന്നു. ഈ 150ഓളം കോടി ജനങ്ങൾ അംഗീകരിച്ച നേതാവിന് ഒരു ചിത്രം ഇല്ല, ഒരു ഫോട്ടോ ഇല്ല, ഒരു പ്രതിമയില്ല, ഒരു പ്രതിഷ്ഠയില്ല. ഈ പ്രവാചകർക്ക് എവിടെയെങ്കിലും ഒരു ഛായാചിത്രമില്ല. ഇങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ഈ ഭൂമി ലോകത്തുനിന്ന് വിയോഗം തേടിയ ഒരു വ്യക്തി ഒരു പ്രതിമയില്ലാതെ പ്രതിഷ്ഠയില്ലാതെ ഇക്കാലഘട്ടത്തിലും ഞാൻ ഈ സംസാരിക്കുമ്പോഴും 150 കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രണയപാത്രമായി നിലനിൽക്കുകയാണ്. കഹാ ജാതാ ഹൈ രഹ്തേ ആഖാ ഫഖത് മദീനെ മേ ഗലത് ഹൈ രഹ്തേ ആശിഖോं के सीने में. പറയപ്പെടുന്നു പ്രവാചകൻ മദീനയിലാണ് ജീവിക്കുന്നത് എന്ന്. അല്ല, ഒരിക്കലും അത് പരിപൂർണമായി ശരിയല്ല. പിന്നെ എവിടെയാണ് ജീവിക്കുന്നത്? ആശിഖോं के सीने में. ഇവിടെയുള്ള പ്രണയികളുടെ ഹൃദയങ്ങളിലാണ്, സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിലാണ് മഹാനരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതിമയോ പ്രതിഷ്ഠയോ ഇല്ലാതെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ഒരേ ഒരു നേതാവ് ആരാണ്? ഓ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ഓ അഹ്മദ് ആസമാനോ മേ. ഭൂമി ലോകത്തെ മുഹമ്മദ്, വാനലോകത്തെ അഹ്മദ്, സ്വർഗലോകത്തെ ഹാമിദ്, പരലോകത്തെ മഹ്മൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ ഒരാളെ കാണാൻ പറ്റും. തേർഡ് വൺ. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഐതിഹ്യമാണോ? അല്ല. ഒരു കഥാപാത്രമാണോ? അല്ല. പറയപ്പെടുന്നു എന്നാണോ പ്രവാചകൻ ജീവിച്ചിരുന്നു എന്ന്? അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെ മകനായി, എവിടെ, എപ്പോൾ ജനിച്ചു, എത്ര നാൾ ജീവിച്ചു, എവിടെ വെച്ച് വിയോഗം തേടി, എവിടെയാണ് ആ ശരീരം മറവ് ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏറ്റവും പ്രസിദ്ധമായ ഖുറൈശ് കുടുംബത്തിൽ ജനിച്ച പുണ്യനബി മക്കയിലെ കഅബാലയത്തിന്റെ തൊട്ടുചാരത്തുള്ള വീട്ടിലാണ് ജനിച്ചത്. ഇതാ സൗദി അറേബ്യയിലെ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിയോഗം തേടുകയും അവിടെ മദീനത്തെ പള്ളിയോട് ചേർന്ന് മറമാടപ്പെടുകയും ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രവാചകരുടെ അന്ത്യവിശ്രമ സ്ഥലം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ പ്രവാചകരുടെ വിശ്രമസ്ഥലിയുടെ മുമ്പിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഇത്രയും in the light of history, ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ കിടക്കുന്ന ഒരു നേതാവ് ആരാണ്? എല്ലാവർക്കും പഠിക്കാം, എല്ലാവർക്കും അന്വേഷിക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം വഫാത്തായത് മുതൽ ഇന്ന് വരെ അവിടുന്ന് വിശ്രമിക്കുന്ന സ്ഥലത്തുനിന്ന് ആൾ ഒഴിഞ്ഞിട്ടില്ല. അവിടെ വിജനമായിട്ടില്ല, അവിടെ അന്യമായിട്ടില്ല. ഇപ്പോഴും അവിടെ ജനങ്ങളാണ്. ജനങ്ങളുടെ ആധിക്യമുണ്ടായപ്പോൾ സൗദി ഗവൺമെന്റ് ഈ അടുത്തൊരു നിയമം പറഞ്ഞു. പ്രവാചകർ വിശ്രമിക്കുന്നതിന്റെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം നടത്തിയ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തോപ്പ് എന്നാണ് അറിയപ്പെടുക.
അവിടെ ഒരു വിശ്വാസിക്ക് വർഷത്തിൽ ഒരിക്കലേ പെർമിഷൻ നൽകുള്ളൂ. കാരണം എന്താ? അത്രമേൽ ആളുകൾ ലോകത്ത് നിന്ന് വരികയാണ്. അത്രമേൽ വിസിറ്റേഴ്സ് വർദ്ധിച്ചു വന്നപ്പോൾ അവിടെ നിയമങ്ങൾ കാലക്രമേണ വന്നു. ഓൺലൈൻ പെർമിഷൻ എടുക്കണം. ആ സ്ഥലത്ത് പോയി അല്പനേരം ദുആ ചെയ്യണമെങ്കിൽ, പ്രാർത്ഥിക്കണമെങ്കിൽ ഇത് വർഷത്തിൽ ഒരിക്കലാക്കി മാറ്റി. ഇങ്ങനെ വരുമ്പോൾ പ്രിയമുള്ളവരെ അറിയണം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഇന്നും ചരിത്രത്തിന്റെ കൃത്യമായ തെളിച്ചത്തിൽ ജീവിക്കുകയാണ്. ഒരു ചിത്രമോ ഒരു ഫോട്ടോയോ ഇല്ലെങ്കിലും ആ പ്രവാചകരെ പരിചയപ്പെടുത്തുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് പ്രവാചകരെ പരിചയപ്പെടുത്താൻ. അറിയുമോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പല ആളുകളും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇടക്കാലത്ത് നമ്മുടെ മീഡിയകൾ, ചാനലുകളിൽ വന്നപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ലഘുകുറിപ്പുകൾ എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചു. നുപൂർ ശർമ്മ എന്ന് പറയുന്ന ആൾ പ്രവാചകനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ പറഞ്ഞു ഒരു ഇന്റർവ്യൂവിൽ. പല പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നു. അന്ന് നമ്മൾ ആഗ്രഹിച്ചു പ്രവാചകനെ കുറിച്ച് എഴുതാം. ഇന്ന് ഞാൻ ഈ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് 571-ാമത്തെ എപ്പിസോഡ് പോസ്റ്റ് ചെയ്തിട്ടാണ് കയറിയത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തുടർച്ചയായി 571 ദിവസം കൊണ്ട് പ്രവാചകരെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിൽ, അത് വാട്സപ്പിലും വ്യത്യസ്ത മീഡിയകളിലും വരുന്നുണ്ട്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, കന്നഡയിൽ, തമിഴിൽ, തെലുങ്ക്, കന്നഡയിൽ, തമിഴിൽ, ഉറുദുവിൽ, ഹിന്ദിയിൽ, ബംഗളയിൽ 7 ഭാഷകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതുന്നത് വർണ്ണനയല്ല, അലങ്കാരമല്ല, ഹിസ്റ്ററിയാണ് എഴുതുന്നത്. അവിടുത്തെ ചരിത്രമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത്രമേൽ ലോക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കിടക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ളവരെ, ഇതുപോലെ ചരിത്രത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആരാണ്? ഇനി സാധാരണക്കാരായ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ മക്കൾക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പേര് വെക്കുന്ന പേരേതാണ്? മുഹമ്മദ് എന്ന പേരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യക്തികൾക്കുള്ള പേര് മുഹമ്മദ് എന്ന പേരാണ്. മുഹമ്മദ് എന്ന് മാത്രമോ, മുഹമ്മദ് കൂട്ടിയിട്ടോ പേരുള്ളവരെന്ന് കൈവയ്ക്കുക? ഞാൻ ചോദിച്ച മനസ്സിലായില്ല. ഒന്നുകിൽ മുഹമ്മദ് എന്ന് മാത്രം, അല്ലെങ്കിൽ മുഹമ്മദ് അഹമ്മദ് കൂട്ടിയിട്ട് പേരുള്ള മുഹമ്മദ് ഫാറൂഖ് എന്നാന്റെ പേര്. എന്ന പോലെ മുഹമ്മദ് അഹമ്മദ് കൂട്ടിയിട്ടുള്ള എത്ര ആളുകളെ സദസ്സിലുണ്ട്? ഒന്ന് കൈവക്ക്. മാഷാ അല്ലാഹ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട്ടില് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾക്കും മുഹമ്മദ് എന്ന് പേര്. എന്റെ വീട്ടിൽ എന്റെ ഉപ്പ 5 ആൺമക്കൾക്കും പേര് വെച്ചത് മുഹമ്മദ് കൂട്ടിയിട്ടാണ്. മുഹമ്മദ് കുഞ്ഞ് സഖാഫി എന്റെ മൂത്ത കാക്കയാണ്. മുഹമ്മദ് സ്വാദിഖ്, മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് ഫാറൂഖ്, മുഹമ്മദ് സിദ്ദീഖ്. മുഹമ്മദ് സിദ്ദീഖ് മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അതുപോലെ എന്റെ എല്ലാ മക്കൾക്കും, ആൺകുട്ടികൾക്ക് മുഹമ്മദ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും എല്ലാ പേരമക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും ആൺകുട്ടികൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഫാറൂഖുൻ ഇസ്മി ഖബ്ലഹു ബി മുഹമ്മദി ബിസ്മി വശൗഖി ഖദ് വഖഫ്തു മുനാജിയ.
നമ്മുടെ പേരിന് മുമ്പ് വെച്ചിരിക്കുന്ന മുഹമ്മദ് എന്ന വിലാസം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ മക്കൾക്ക് തിരഞ്ഞെടുക്കുന്ന പേരാണ്. അത് ലോക ജനതയുടെ മുഴുവനും സർവേ എടുത്തു നോക്കിയാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് ആവർത്തിക്കപ്പെടുന്ന പേരേതാണെന്ന് പഠിച്ചു നോക്കിയാൽ ആ പേരാണ് മുഹമ്മദ് എന്ന പേര്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ഈ ഭൂമി ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയപ്പെട്ട പേര് മുഹമ്മദ് എന്നാണ്. അഹ്മദ് ആസ്മാനോ മേ, വാനലോകത്ത് പ്രസിദ്ധമായ പേര് അഹ്മദ് എന്നാണ്. മദീന രാജധാനി, മദീന തലസ്ഥാനമാണ്. ദോ ആലം പർ ഹുകൂമത്ത് ഹേ, ഇരുലോകത്തും അതിന്റെ അധികാരമുണ്ട്. അപ്പൊ ഇത്രമേൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു പേര് നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ സയ്യിദുനാ മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ അനുയായികൾ അഭിവാദ്യം ചെയ്യുന്നു. ഈ ലോകത്ത് വേറെ ആരുടെ പേര് കേൾക്കുമ്പോഴാ ലോകത്തുള്ള എല്ലാ സദസ്സിലും അഭിവാദ്യം കേൾക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. പ്രവാചകരുടെ പേര് കേൾക്കുമ്പോൾ ഒരു വിശ്വാസി പറയും, അല്ലാഹുവിന്റെ അനുഗ്രഹീത കടാക്ഷങ്ങളാ നബിക്ക് ലഭിക്കട്ടെ എന്ന്. ഈ ഒരു അഭിവാദ്യം ലഭിക്കുന്ന നേതാവ് വേറെ ആരാണ്? ഉലകത്തിൽ ഒരു ദർശനത്തിന്റെയും ഉപജ്ഞാതാക്കൾക്ക് കിട്ടിയിട്ടില്ല. പ്രപഞ്ചത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെയും സാരഥികൾക്ക് ലഭിച്ചിട്ടില്ല. അറിയപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെയും നേതാക്കൾ ഇതുപോലെ അഭിവാദ്യം ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും കരളിന്റെ കരളായ പ്രണയത്തിന്റെ പര്യായമായ അനുരാഗ വസന്തത്തിലെ നിറപുഷ്പമായ വർണ്ണനകളുടെ വസന്തങ്ങൾ മുഴുവനും അസ്തമിച്ചു പോകുന്ന സ്നേഹത്തിന്റെ വിലാസമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുമ്പോഴെന്തു മധുരമാണ്, കേൾക്കുമ്പോഴെന്തു മധുരമാണ്. മുഹമ്മദ് എന്ന് പറയുമ്പോ ചുണ്ട് ചുംബനം കൊടുക്കുന്ന രൂപത്തിൽ രൂപപ്പെടുകയാണ്. ഇതെന്തൊരു നാമമാണ്, എന്തൊരു വിലാസമാണ്. അതുകൊണ്ട് പറയട്ടെ, മേരെ ചശ്മേ ആലം സേ ചുപ് ജാനെ വാലേ. മദീനയിൽ ചെന്ന് ബറേലി ഷരീഫ്, ഇന്ത്യയിലെ യുപിയിലെ ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന ജില്ലയിലെ അവിടെ ജീവിച്ചിരുന്ന അഹമ്മദ് റിളാ ഖാൻ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ മദീനയിലേക്ക് ചെന്ന് ലോകഗുരുവായ പുണ്യനബി വിശ്രമിക്കുന്ന ഭൂമിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ ചെന്നു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, മദീനേ കെ ഖിത്തേ ഖുദാ തുജോ കോ രഖേ ഗരീബോ ഫഖീറോ കെ തഹരാനെ വാലേ. മദീനയുടെ മണ്ണ് ആശ്രയം ആവശ്യമുള്ളവരുടെ ആശ്രയമാണ്, അഭയം വേണ്ടവരുടെ അഭയമാണ്, അവലംബം വേണ്ടവരുടെ ആലംബമാണ്, സാന്ത്വനം ലഭിക്കേണ്ടവരുടെ സാന്ത്വനമാണ്, അവിടുന്ന് സ്നേഹസ്പർശം ലഭിക്കേണ്ടവരുടെ സ്നേഹസ്പർശമാണ്. എല്ലാമായ പുണ്യ നബിയോട് പറയാണ്, തു സിന്ദാ ഹേ വല്ലാഹ്, തങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. തു സിന്ദാ ഹേ വല്ലാഹ്, തങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്.
ഈ ലോകത്തോട് എന്നേക്കുമായി മറഞ്ഞു പോയതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു പ്രവാചകനെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രവാചകൻ നിറത്തിന്റെ പേരിൽ ആരെയും അന്യവൽക്കരിച്ചിട്ടില്ല, ഭാഷയുടെ പേരിൽ ആരെയും അന്യം നിർത്തിയിട്ടില്ല, മതം മാറിയതിന്റെ പേരിൽ കൊല്ലപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകരുടെ മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. പൗരാവകാശങ്ങളോടെ പ്രവാചകർ ജീവിച്ച മക്കയിലേക്ക് വന്ന അവിശ്വാസികൾ ആശ്രയം ലഭിച്ചവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയ വഴികളിൽ എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കാണുകയാണ്. അനുയായികളോട് പറഞ്ഞു, അല്ലയോ അനുയായികളെ, നിങ്ങൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണണം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പവിത്രമായ മതം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അതിൽ ഇവിടെ വർഗവിദ്വേഷമില്ല, വർണ്ണവറിയില്ല, പൗരത്വ നിഷേധമില്ല, പൗരാവകാശ അവഗണനകളില്ല, സമത്വത്തിന്റെ ദർശനമാണ്. രണ്ടാമത് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം എന്താണെന്ന് അറിയുമോ? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം കാരുണ്യമല്ല, മക്കക്കാർക്ക് മാത്രം കാരുണ്യമല്ല, മദീനക്കാർക്ക് മാത്രം കാരുണ്യമല്ല, മനുഷ്യർക്ക് മാത്രം കാരുണ്യമല്ല, ലോകത്തുള്ള മുഴുവൻ വസ്തുവകകൾക്കും കാരുണ്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെന്ന് പറയുമ്പോൾ ആ കാരുണ്യത്തിന്റെ അരുണ പ്രവാഹത്തെ ആർക്കാണ് മാറ്റിവെക്കാനാവുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയെ ആർക്കാണ് അവഗണിക്കാനാവുക? ഇതാണ് അദീന്റെ സഹോദരി ദമാസ്കസിൽ ചെന്നുകൊണ്ട് പറയുന്നത്, അല്ലയോ സഹോദരാ, നിങ്ങൾ നേരെ മദീനയിലേക്ക് ചെല്ലണം, പ്രവാചകരുടെ സവിധത്തിലെത്തണേ, ആ നബിയെ ഒന്ന് കാണണേ. അദീ ഇബ്നു ഹാത്തം എന്ന് പറയുന്ന വ്യക്തി മദീനയിലേക്ക് വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. എന്തൊരു പ്രശോഭിതമായ മുഖമാണ്, തുല്യതയില്ലാത്ത സൗന്ദര്യത്തിന്റെ പ്രഭാവം, കാരുണ്യമോ അത് പറയാൻ പറ്റുന്നില്ല, എത്രമേൽ വിശാലം, അവിടുത്തെ സ്നേഹമോ പറഞ്ഞു തീർക്കാനാവില്ല. എല്ലാ നന്മകളും ഒത്തുമേളിച്ചു നിൽക്കുന്ന പുണ്യനബിയെ കണ്ടപ്പോൾ ആ അദീയ മദീനയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഈ പ്രവാചകനെ അറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ട്, സമീപനം കണ്ടുകൊണ്ട് അദീ തിരിച്ചറിയുന്നു. പിന്നീട് സഹാബിയായി മാറി അദീ ഇബ്നു ഹാത്തം റളിയല്ലാഹു അൻഹു. നിങ്ങളൊന്നറിയണേ, ഇതുപോലെയാണ്, ഇങ്ങനെ ഒരു പ്രവാചകനെയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. ഓ പ്രിയമുള്ളവരെ, എന്റെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളോട് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ഏറ്റവും വലിയ കടപ്പാടെന്താണ്? നമ്മളെക്കാൾ നമ്മൾ മുത്തുനബിയെ സ്നേഹിക്കണം. എന്നേക്കാൾ എനിക്ക് നബിയോട് സ്നേഹം വേണം. അപ്പോഴേ ഞാൻ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. എനിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം जान दे दो दे दीदार पर लुत्फ उनका आम हो ही जाएगा।
അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള കടമ എന്താണ്? നമ്മളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. വാപ്പയേക്കാളല്ല, ഉമ്മയേക്കാളല്ല, എല്ലാവർക്കും എല്ലാവരെക്കാളുമുള്ള ഇഷ്ടം അവനവനോടായിരിക്കും. വാപ്പ എന്റെ കുറെ അവകാശങ്ങളെ ഒന്ന് തടഞ്ഞു വെച്ച് നോക്കട്ടെ, അപ്പ അറിയാ വാപ്പാനോടുള്ള സ്നേഹം. ഉമ്മ എന്റെ ചില സൗകര്യങ്ങൾക്കൊക്കെ തടസ്സമായി നോക്കട്ടെ, അപ്പോഴറിയാം ഉമ്മയോടുള്ള സ്നേഹം. ഭാര്യ ചിലതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഉമ്മയോട് അകലം കൂടും. ഭാര്യ ചിലതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഉപ്പയോട് അകലം കൂടും. ഉപ്പ എന്റെ താല്പര്യത്തിനനുസരിച്ച് സംസാരിക്കാതിരുന്നാൽ ചിലപ്പോൾ അകലം വർദ്ധിക്കും. നമ്മൾ അവരോടൊക്കെ വലിയ മഹബത്തുള്ളവരാണെങ്കിലും നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ വാപ്പയും ഉമ്മയും അന്യമായി പോയി. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിഗണന ആരോടാണ്? നമ്മളോടാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓരോ വിശ്വാസിക്കും അവരവരെക്കാൾ വലിയ സ്നേഹം വേണ്ടത് ആരോടാണ്? മദീനയുടെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, കരുണയുടെ അരുണപ്രവാഹങ്ങളെ മുഴുവനും മദീനയുടെ തീർത്ഥത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രപഞ്ചത്തിന്റെ പാനപാത്രങ്ങളെ മുഴുവനും മാടി വിളിച്ച് തീർത്ഥം നൽകിയ അതുല്യമായ പ്രണയ സാഫല്യങ്ങളുടെ സാരഥിയെ മദീനയുടെ രാജാവ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന് ഊർജം പോരാ. ഈ സദസ്സിൽ ഞാൻ പുതിയൊരു വിവരവും പറയുന്നില്ല. ഈ സദസ്സിന് ആകെയുള്ള എന്താ? സ്വലാത്താണ്. നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് എപ്പോഴാണോ, ചമക് തുജ്സേ പാതേ ഹേ സബ് പാനെ വാലേ, മേരാ ദിൽ ഭീ ചമകാ ദേ ചമകാനെ വാലേ. പ്രപഞ്ചം മുഴുവനും പ്രദീപ്തമാക്കുന്ന പുണ്യപ്രവാചകരെ, എന്റെ ഉള്ളിടം ഒന്ന് തെളിച്ചം നൽകണമേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നേക്കാൾ ഞാൻ എപ്പോഴാണോ സ്നേഹിക്കുന്നത്, അപ്പോഴാണ് മേ മൂമിൻ ബൻ ഗയാ, അപ്പോഴാണ് ഞാൻ ശരിക്കൊരു വിശ്വാസിയാകുന്നത്. അതിന്റെ അർത്ഥം ആശിഖുർ റസൂൽ എന്ന് പേരെഴുതി വെക്കാനല്ല, സലാത്ത് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്താലായി എന്നല്ല. അതെപ്പോഴാ ശരിയാവുക? എന്റെ താല്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യവും രണ്ട് വഴിക്കാകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം തെരഞ്ഞെടുക്കുമ്പോഴാണ് എന്നേക്കാൾ മുത്തു നബി എനിക്ക് ഇഷ്ടമുണ്ടാവുക സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വിവാഹം വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി ഏത് കുപ്പായമാണ് ഇടുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫ്രീക്കന്മാര്, പുതിയ ചെറുക്കന്മാര് കല്യാണത്തിനിട്ട കുപ്പായങ്ങളുണ്ട്, വേഷങ്ങളുണ്ട്, യൂണിഫോമുകളുണ്ട്. അതാണോ ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? അത് സെലക്ട് ചെയ്താൽ എന്റെ ഹബീബിന് ഇഷ്ടമുള്ളതല്ല. അപ്പോഴാണ് ഒരു യുവാവ് സ്വന്തത്തോട് ചോദിക്കുന്നത്, എനിക്ക് ഇഷ്ടം എന്റെ നബിയെയാണോ, എന്റെ താല്പര്യമാണോ? എന്റെ താല്പര്യം അങ്ങോട്ട് മാറ്റിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം സ്വീകരിക്കുക. അപ്പോഴാണ് ഞാൻ ശരിയായ മുഅ്മിനാവുക. ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇന്ന് എവിടെയാണ്? നമ്മൾ നമ്മുടെ താല്പര്യങ്ങളുടെ പിറകിലാണോ സഞ്ചരിക്കുന്നത്? നമ്മുടെ ഇഷ്ടങ്ങൾക്കാണോ പരിഗണന നൽകുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, മാതാക്കളുണ്ട്, കലാലയങ്ങളിൽ പഠിക്കുന്ന സഹോദരിമാരുണ്ട്. മക്കളെ, സഹോദരിമാരെ, നമ്മുടെ
നമ്മുടെ താല്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യവും രണ്ട് വഴിക്കാകുമ്പോൾ ഹബീബായ തങ്ങളുടെ താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ ഒരു മുഹിബ്ബായി മാറുന്നത്. അതിനൊന്ന് റെഡിയാവണേ മോളെ. രാവിലെ മുതൽ രാത്രി വരെ കൈവെള്ളയിൽ ഇരിക്കുന്ന മൊബൈലിലൂടെ എന്ത് കാണണം എന്ത് കാണണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാവരുത്, എന്റെ നബിയാവണം. അത് കുറച്ച് കുഴപ്പല്ലേ. അവിടെയാണിപ്പോ നമ്മുടെ എല്ലാവരുടെയും മതത്തെയും സംസ്കാരത്തെയും വിചാരത്തെയും വികാരത്തെയും അഭിപ്രായത്തെയും നിലപാടുകളെയും എല്ലാം തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. എന്റെ കയ്യിലുള്ള ഈ മൊബൈൽ ഒരുപാട് ഉപകാരമുള്ളതാണ്. എന്നാൽ ഇതിൽ ഒരുപാട് ഉപദ്രവങ്ങളും വരാനുണ്ട്. ഇതിൽ എന്തു കാണണം എന്ന് കാണണ്ടാന്ന് തീരുമാനിക്കാനുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡം ഏതാണ്? ഞാൻ ഏത് കാണുമ്പോഴാണ് എന്റെ പുണ്യനബിക്ക് ഇഷ്ടമുണ്ടാവുക? ഞാൻ എന്ത് കാണുമ്പോഴാണ് എന്റെ പുണ്യനബിക്ക് നോവുക? ഇത് രണ്ടും നമ്മളൊന്ന് ആലോചിക്കണം. കാരണം നമ്മുടെ നേതാവായ പുണ്യപൂമുത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആരാണ്? നമ്മളൊരു തെറ്റു ചെയ്യുമ്പോൾ ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും വേദനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി വേദനിക്കുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു തെറ്റു ചെയ്താൽ എനിക്ക് വേണ്ടി വേദനിക്കും എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ തങ്ങളെ നോവിക്കാൻ പാടില്ല. അതാണ് എന്റെ കൽവിൽ വരേണ്ടത്. പൊന്നു പെങ്ങളെ, പാതിരാവിന്റെ പഴുതിൽ മൊബൈൽ ഓണാക്കിയിട്ട് നീ സിനിമ കണ്ടാൽ, വൃത്തികേടുകൾ കണ്ടാൽ മദീനത്ത് കിടക്കുന്ന നേതാവിന് വേദനിച്ചു പോകും. നീ ഒരു അന്യപുരുഷനുമായി ചാറ്റ് ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേദനയാകും. അതേ സമയത്ത് നീ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ നിന്നെ കണ്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കും. മോളെ, ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്നതാണ് നീ ഇഷ്ടം വെക്കുന്നതെങ്കിൽ നീ ഒരു മുഹിബ്ബാണ്, ആശിഖാണ്. ഹബീബായ തങ്ങൾ വേദനിക്കുന്നത് നിനക്ക് വിഷയമല്ലെങ്കിൽ ഒന്നും ആവാൻ പോണില്ല. അതെന്താണ് ഈ പറഞ്ഞത്? നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. എന്റെ അനുയായികളിൽ നിന്ന്, എന്റെ സമുദായത്തിൽ നിന്ന് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടാൽ, ഒരു നല്ല കാര്യം ചെയ്യുന്നത്, ഖുർആൻ ഓതുന്നൊരു ചെറുപ്പക്കാരൻ, സ്വലാത്ത് ചൊല്ലുന്നൊരു ചെറുപ്പക്കാരി, മക്കളെ മദീനയെ കുറിച്ച് പറഞ്ഞ് പ്രചോദിപ്പിക്കുന്ന ഒരാൾ, സന്താനങ്ങളെ താരാട്ട് പാടുമ്പോൾ മദ്ഹ് ചൊല്ലുന്ന ഒരു ഉമ്മ, ഇതെല്ലാം കാണുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സന്തോഷമാണ്. ഹമിദുല്ലാഹ്, അല്ലാഹുവിനെ അങ്ങ് സ്തുതിക്കും. മാഷാ അല്ലാഹ്, എന്റെ സമുദായത്തിലെ ഒരു കുട്ടി രാത്രി എഴുന്നേറ്റിരുന്ന് സ്വലാത്തിലുണ്ടല്ലോ. ഞാൻ ഇന്ന് കാസർഗോഡ്
റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൊട്ടടുത്തുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോ ഒരു നല്ല ചെറുപ്പക്കാരൻ ദീർഘനേരം സുജൂദിൽ കിടക്കുന്നത്. മാഷാ അല്ലാഹ്, എന്ത് നല്ലൊരു കാഴ്ചയാണ്. അദ്ദേഹം അവന്റെ ഉടമസ്ഥനായ റബ്ബിനോട് പറയാണ്, ചൊല്ലാണ്, ദിക്ർ ചൊല്ലാണ്, അല്ലാഹുവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ എന്തൊരാനന്ദമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര സന്തോഷമാണ്. അതേ സമയത്ത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും അനാവശ്യങ്ങൾ ഉണ്ടായാൽ, ഇൻ വജത്തു ഗൈറ ദാലിക, അനാവശ്യമായ വല്ലതും കണ്ടാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇസ്തഗ്ഫർതു ലഹും, ഞാൻ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടും. പാപമോചനം തേടുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേദനിക്കുന്നു എന്നാണ്. ഫത്ലുബ മതാബൻ മിൻ നദാമതി മുഖ്ലിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിച്ചു, എൻ്റെ ഒരു കുട്ടി ഇങ്ങനെ ചെയ്തല്ലോ. അപ്പൊ ഒരു കരുണയും റഹ്മത്തും മവദ്ദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയും കാരുണ്യവും ഒരുമിച്ച് വരും. അതാണ് ഇസ്തഗ്ഫർതു ലക്കും എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൊന്തുപോകും, എന്റെ അനുയായികളിൽപ്പെട്ട ഒരു കുട്ടി ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. പക്ഷേ ആര് കൈവിട്ടാലും കൈവിടാത്ത നേതാവിന് നമ്മളെ കൈവിടാനാവൂല. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. യാതൊരു ഉണർവും ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ. അസ്സലാത്തൊന്നും ചൊല്ലാൻ ഒന്നും കഴിക്കാതെ വന്ന മാതിരിയാണ്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. الشفيع الأبطحي والحبيب العربي. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ കൈവിടൂല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ തെറ്റ് ചെയ്യുമ്പോ നമുക്ക് വേണ്ടി നോവുന്ന ഒരു നബിയുണ്ട്. അതുകൊണ്ട് തങ്ങളെ നോവിക്കല്ലേ. പാതിരാത്രിയിൽ കമ്പനി അടിച്ച് കമന്റ് അടിച്ച് അനാവശ്യങ്ങൾ കണ്ട് കേട്ട് ക്ലബടിച്ച് ചെറുപ്പക്കാര് ഒത്തുകൂടുമ്പോൾ, ഓ യുവാവേ, നീ അതിന്റെ ഭാഗമാകരുത്. എന്തുകൊണ്ടാവരുത്? മദീനയിൽ കിടക്കുന്ന രാജാവിന് വേദനിച്ചു പോകും. അതുകൊണ്ട് നീ അതിൽ പെടല്ലേ മോനെ. ഓ പെങ്ങളെ, കൂട്ടുകൂടി ചങ്ങാത്തം കൂടി പല കാര്യങ്ങളും പറഞ്ഞും ചെയ്തും കണ്ടും പോകുമ്പോൾ അരുതായ്മകളിൽ വീണു പോകല്ലേ. അതുകൊണ്ട് വേദനിക്കുന്ന ഒരു നബിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് നല്ലത് ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം. അവിടുത്തെ ആനന്ദമാണ്. ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനിലേക്ക് നമുക്ക് നൽകിയ ഒരു വസീലയാണ്. നമുക്ക് അല്ലാഹു തആല നൽകിയ വലിയ ഒരു വിലാസമാണ്.
നമുക്ക് നൽകിയ ഒരു വലിയ വിലാസമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ആ ഹബീബ് ആരാണ്? അല്ലാഹുവിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള സയ്യിദുൽ വസീലയാണ്. ഓ ചെറുപ്പക്കാരാ, നമ്മൾ എത്ര നല്ല നല്ല കാഴ്ചകൾ ഈ ലോകത്ത് കണ്ടു, എത്ര സീനുകൾ നമ്മൾ കണ്ടു. എന്നാൽ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കാഴ്ചയേക്കാൾ വലിയ കാഴ്ച ഏതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമുഖമൊന്ന് കാണണ്ടേ മോനെ, കിനാവിലെങ്കിലും ഒന്ന് കാണണ്ടേ മോനെ. എന്തൊരു ചന്തമാണ്, എന്തൊരു സൗന്ദര്യമാണ്. അക്ഹലുൽ ഐനൈൻ അസജുൽ ഹജിബൈൻ സഹലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാർ ഹുല്ലുൽ മന്തിഖി ഇദാ طلع تقول هذا البدر المنير. ഓ മുതഅല്ലിമേ, ഓ ചെറുപ്പക്കാരാ, ഒരു രാത്രിയെങ്കിലും ആ പുണ്യഭൂമേനിയെ ഒന്ന് കാണണ്ടേ മോനെ. എന്ത് രസമുള്ള കാഴ്ചയായിരിക്കും അത്. സൗബാന തങ്ങൾ ആലോചിച്ച് കരഞ്ഞ കാഴ്ചയല്ലേ അത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കാത്തിരുന്ന് കണ്ട കാഴ്ചയല്ലേ അത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ കണ്ണു നട്ടിരുന്ന് നോക്കിയ കാഴ്ചയല്ലേ അത്? തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങൾ അണച്ചു പിടിച്ച സാന്നിധ്യമല്ലേ അത്? ആ നന്നായി സ്വലാത്തു ചൊല്ലിക്കോ. മൻ റആനി ഫഖദ് റആനി. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ കാണണം. അക്കാഴ്ച ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തരണം. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരി തൂകുന്ന പൂമുഖം കണ്ട് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അങ്ങ് ചേരണം. ഓ മോനെ, എല്ലാവരും നമ്മളെ ഖബറിൽ കൊണ്ടുവച്ചിട്ട് മടങ്ങും. എല്ലാവരും തിരിഞ്ഞു പോകും, കണ്ണുനീര് തുടച്ചു കളയും. പിന്നെ കരഞ്ഞുകൊള്ളണമെന്നില്ല, പിന്നെ നമ്മളെ ഓർത്തുകൊള്ളണമെന്നില്ല, പിന്നെ നമ്മളെ പറഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മളെ ഖബറടക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ഖബറിൽ വരൂല. അറിയുമോ, നാട്ടിലെത്ര ഖബറുകളാണ് നിങ്ങൾ അടക്കിയത്? ആ ഖബറടക്കത്തിന് കൂടിയതിൽ നിന്ന് എത്രയാള് പിന്നെ ഖബറുകൾ വന്നിട്ടുണ്ട്? ചെറിയൊരു ശതമാനമല്ലേ പിന്നെ പോകുന്നുള്ളൂ. മക്കള് പോയെങ്കിലായി, വാപ്പ പോയെങ്കിലായി, അടുത്ത കൂട്ടുകാര് പോയെങ്കിലായി. നമ്മളെ ഖബറടക്കാൻ 1000 ആളുണ്ടായി. പിന്നെ ഖബറുകളിലേക്ക് ഒരിക്കലെങ്കിലും വരുന്ന 100 പേരെങ്കിലും ഉണ്ടാകുമോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ വഹ്ശത്തിലല്ലേ, വന്യതയിലല്ലേ. അവിടെ കിടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ രാജാവിനെ കാണാൻ തുടങ്ങിയാൽ അത് വഹ്ശത്തല്ല, അതൊരു പ്രണയത്തിന്റെ ലോകമാണ്. അവിടെ എത്ര കാലം കിടന്നാലും മടുപ്പില്ല. അതാണ് നൗമത്തിൽ അറൂസ്. മണവാളൻ കിടക്കും പോലെ കിടന്നോന്ന് പറഞ്ഞാൽ മണവാളൻ സമയം പോണതറിയില്ല, പുതിയാപ്പള നേരം പോണതറിയില്ല. പുതിയ പെണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോണതറിയില്ല. അതുപോലെ ഖബറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബർ 1000 കൊല്ലം കിടന്നാലും 2000 കൊല്ലം കിടന്നാലും അതിൽ
മടുപ്പില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖബറിൽ കിടക്കുന്നു, മടുപ്പില്ല. കാരണം പുണ്യഭൂമേനിയെ കണ്ടു തൊട്ട് ചേർന്ന് കിടക്കുകയാണ്. അവർക്ക് വഹ്ശത്തിന്റെ ഖബറല്ല, അത് ലദ്ദത്തിന്റെ ഖബറാണ്, അത് രസത്തിന്റെ ഖബറാണ്. അതുപോലെ നമ്മളെയും നാളെ ജനങ്ങൾ ഖബറിൽ കൊണ്ടുവച്ചിട്ട് പോരുമ്പോൾ ആ കൂരിരുട്ടുള്ള ഖബറിന്റെ ഉള്ളിലേക്ക് ഇദാ തളഅത തഖൂലു ഹാദൽ ബദറുൽ മുനീർ, ബദറുൽ മുനീറായ പുണ്യ നബി തങ്ങൾ വരണം. പിന്നെ ഇരുട്ടില്ല. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. തങ്ങൾ വരുന്ന ഖബറിൽ പിന്നെ വെളിച്ചം വേറെ ആവശ്യമില്ലല്ലോ. അങ്ങനെ വെളിച്ചമുള്ള ഖബറായി മാറും, പിന്നെ രസമുള്ള കാഴ്ചയായി മാറും. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു ഖബർ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ഈ ലോകത്തുനിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് നിറഞ്ഞ് കണ്ണ് നിറച്ച് കണ്ടിങ്ങനെ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ശബ്ദവും ആരോഗ്യവും അറിവും ആഫിയത്തും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഓ ചെറുപ്പക്കാരാ, വൃത്തികേട് കണ്ടിട്ട് കണ്ണ് കേടുവന്നാൽ പിന്നെ പൊന്നു നബിയെ കാണാൻ പറ്റൂല മോനെ. തോന്നിവാസം കേട്ട് കാത് കേടുവരുത്തിയാൽ മുത്തുനബി തങ്ങളുടെ വിളി കേൾക്കാൻ പറ്റൂല മോനെ. അന്യപെണ്ണിനെ പ്രണയിച്ച് കൽബ് കേടുവരുത്തിയാൽ മുത്തുനബി തങ്ങളുടെ മഹബത്ത് ഉണ്ടാവൂല മോനെ. വൃത്തികേട് ചെയ്യാൻ കരുതി നടന്നാൽ ഹബീബായ തങ്ങള് കൽബിലുണ്ടാവൂല മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജസുള്ള സ്ഥലത്തിരിക്കൂലല്ലോ, മാലിന്യമുള്ള സ്ഥലത്ത് നിൽക്കൂലല്ലോ. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും ഒരു ദുർഗന്ധവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല. തങ്ങൾ ഒരു വഴിയിൽ നടന്നാൽ ആ വഴി തന്നെ തിരിച്ചറിയുന്നത് കസ്തൂരിയുടെ ഗന്ധം കൊണ്ടാണ്. സ്വഹാബത്ത് എത്തിപ്പെടുന്നത് സുഗന്ധത്തിലേക്ക് ചേർന്നിട്ടാണ്. ആ മുത്തുനബി തങ്ങൾ അനാവശ്യങ്ങളുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂല, വൃത്തികേടുകൾ പറയുന്നിടത്തിരിക്കൂല. സദസ്സിലിരുന്ന് ഒരിക്കൽ പോലും ഒരു തെറിവാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഒരു കളവിന്റെ ആദ്യ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും തെറി പറയാൻ തുടങ്ങിയാൽ അവിടെ നിൽക്കാറില്ല. സദസ്സിൽ ഇരിക്കുമ്പോൾ ഔറത്തിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ തങ്ങളങ്ങ് മാറിക്കളയും. അത്ര വൃത്തിയോടെ ജീവിച്ച പുണ്യനബി തങ്ങള് വൃത്തികേട് നിറച്ച എന്റെ കൽബിൽ എങ്ങനെ വരാനാണ്? അതുകൊണ്ട് ഞാൻ എന്റെ കൽബ് നന്നാക്കണം, എന്റെ കണ്ണ് നന്നാക്കണം, എന്റെ കാത് നന്നാക്കണം, എന്റെ ചിന്ത നന്നാക്കണം, തഖ്വയോടെ ജീവിക്കണം. ഓ ചെറുപ്പക്കാരെ, നിസ്കാരം ഖളാക്കരുത്, അനാവശ്യങ്ങളിൽ ഇടപെട്ട് പോകരുത്, ഹറാമുകളിൽ പെട്ടുപോകരുത്, സ്ത്രീ പുരുഷ സങ്കലനങ്ങൾ കൂടിയ കാലത്ത് വൃത്തികേടുകളിൽ പെടരുത്. കല്യാണ വീടുകളിൽ അനാവശ്യം നിറഞ്ഞ കാലത്ത് നമ്മൾ അതിന് വിധേയരാകരുത്. മാതാപിതാക്കളെ ഒരാളെയും വെറുപ്പിക്കരുത്. അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവർക്ക് സേവനം ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കണം. കഴിയുന്നത്ര സമയം SSFന് സേവനം ചെയ്യണം. SYSന് വേണ്ടി അധ്വാനിക്കണം. SYSന്റെ 30ാം വാർഷികം കർണാടക സ്റ്റേറ്റ് ഈ മാസം 24 മംഗലാപുരത്ത് നടക്കുന്നുണ്ട്. അതിന്റെ പ്രചരണം ഇവിടെ എല്ലാ വീട്ടിലും എത്തണം, എല്ലാ നാട്ടിലും എത്തണം. ഇവിടെയുള്ള പരമാവധി ആളുകളെ മംഗലാപുരത്ത് സമ്മേളന നഗരിയിൽ എത്തിക്കണം. SYSന്റെ കർണാടക സംസ്ഥാന 30ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കാൻ ഇവിടെയുള്ളവർ പരിശ്രമിക്കണം. അതുപോലെ സമസ്തയുടെ 100ാം വാർഷികം വരുന്നു. ഇനി അങ്ങോട്ട് 100ാം വാർഷികം വരെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം, വേണ്ട പ്രചാരണങ്ങൾ നടത്തണം.
സമ്മേളനത്തോടൊപ്പം നമ്മുടെ ഉലമാഇന്റെ സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഒരു വിഭാഗത്തിലെയും ഒരു സയ്യിദിനെയും നമ്മൾ കുറ്റം പറയണ്ട, ഒരു ആലിമിനെയും കൊച്ചാക്കണ്ട, ഒരു പണ്ഡിതന്മാരെയും കുറ്റം പറയാൻ പോകണ്ട. പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ഇടപെടണ്ട, അത് അവര് നോക്കിക്കോട്ടെ. നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ നമ്മുടെ ലോകത്ത് നിന്ന് പ്രവർത്തിക്കണം. ഏത് പ്രസ്ഥാനത്തിൻ്റെതാണെങ്കിലും സയ്യിദ് സയ്യിദാണ്, ആലിം ആലിമാണ്. നമ്മൾ ഒരാളെയും നിന്ദിക്കരുത്, ഒരാളെയും അവഹേളിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്. നാട്ടിൽ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളുമുള്ള പ്രദേശമാണ്. ഒരു മതവിഭാഗക്കാരെയും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, അവരുടെ അവകാശങ്ങളെ നിരാകരിക്കാൻ പാടില്ല, അവരുടെ ആരാധനകളെ കളിയാക്കാൻ പാടില്ല, അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല. നമ്മൾ നമ്മുടെ ചിട്ടയിൽ തഖ്വയോടെ ജീവിക്കണം. അല്ലാഹുവിനെ മറക്കാൻ പാടില്ല. എനിക്കും നിങ്ങൾക്കും മരിക്കണ്ടേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കെ ചൊല്ലി ലിഖാഇന് പറ്റുന്ന നിലക്ക് മുത്തുനബി തങ്ങളുടെ വിസ്വാല് രുചിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. മഹല്ല് പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകണം. പള്ളിയുടെ ഇമാറത്തിന്റെ ഭാഗമാകണം. വലിയ ഉലമാക്കൾ ഇവിടെയുണ്ട്. അവരുടെ സേവനത്തിൽ ദീനീ പ്രവർത്തനങ്ങളിൽ സംഘടിക്കണം. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ.